ശ്രീ വി ഡി സതീശൻ്റെ ഒരു വിരൽ ചൂണ്ടി പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു. അതാ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരു ബോംബ് ഭീഷണി. ആ ബോംബ് ഭീഷണി എപ്പോഴായിരുന്നു? രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ഭീഷണി ഉണ്ടാകുന്നത്. ആ ഭീഷണി, ആ ബോംബ് പൊട്ടിച്ചതാരാണ്? സതീശൻ ചൂണ്ടിക്കാണിച്ച ബോംബ്, ഭീഷണിപ്പെടുത്തിയ ബോംബ് പൊട്ടിച്ചയാളാണല്ലോ ഈ പോറ്റി എങ്ങനെയാണ് ബോംബ് പൊട്ടിച്ചത്? പോറ്റി ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ പീഠം കാണാനില്ല, ദ്വാരപാലക ശില്പത്തിൻ്റെ അടിയിലുള്ള പീഠം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെ, ബോർഡിനെതിരെ എന്നെല്ലാം വലിയ ചർച്ച ഉയർത്തി കൊണ്ടുവന്നു. പിന്നെ ആ പീഠം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ സതീശൻ്റെ കൂട്ടാളിയായി നിന്ന് ബോംബ് പൊട്ടിച്ചയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കിട്ടിയതിൽ നിന്നാണ് ഈ കേസ് ആരംഭിക്കുന്നത്. പിന്നീട് SIT അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രതികളായിട്ടുള്ള പ്രധാന പ്രതി പോറ്റി, അതുപോലെ തന്നെ ഗോവർദ്ധൻ, ഭണ്ഡാരി, ഇവരെല്ലാം എങ്ങനെ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി, ഡൽഹിയിലെത്തി, ആരാണ് കൊണ്ടുപോയത്? ചോദ്യത്തിന് സഭയിൽ മറുപടി പറയണ്ടേ? മറുപടിയുണ്ടോ? ഇവരുടെ UDFൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഈ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തെ സന്ദർശിച്ച് സമ്മാനം ഇങ്ങോട്ട് കൈപ്പറ്റുന്നുണ്ടല്ലോ, അതിന് മറുപടി പറയണ്ടേ? അടൂർ പ്രകാശ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഇതെല്ലാം മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇവിടെ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമുണ്ട്. കോടതി വ്യക്തമാക്കിയ കാര്യം എന്താണ്? കോടതി പറഞ്ഞത് SITയുടെ അന്വേഷണം അങ്ങേയറ്റം തൃപ്തികരമാണ് എന്ന് മാത്രമല്ല, മറ്റൊരു ഏജൻസി CBI പോലെയുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം CBIയിൽ പോലും കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. അതുകൊണ്ട് ഇവർ കൃത്യമായി ചെയ്യുന്നു. കോടതിക്കൊരു ആശങ്കയുണ്ടായിരുന്നില്ലല്ലോ, ഗവൺമെൻറ്റോ ഏതെങ്കിലും സംവിധാനമോ ഇതിൽ ഇടപെടുന്നുവെന്ന്. ഇടപെടാൻ വേണ്ടി കഴിയില്ല. സേനാപതി വേണുവിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല തർക്കിച്ചത്. കാരണം SITയുടെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നേരെ കൊടുക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ്. ആ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരല്ലാതെ മറ്റാരും അത് കാണുന്നില്ല. അവിടെ അഡ്വക്കേറ്റ് ജനറലിനോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്കോ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് SITയുടെ ഭാഗമായി കിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരെ നിയമിച്ചതും ഹൈക്കോടതിയാണ്, ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചതും ഹൈക്കോടതിയാണ്. പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ. നേരത്തെ ഇവർ CBI അന്വേഷണം വേണമെന്ന് സഭയിൽ ഉൾപ്പെടെ പറഞ്ഞു. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ചോദിച്ചല്ലോ സതീശന് കേസിന് പോയിക്കൂടെ എന്ന്. സതീശൻ്റെ കൂട്ടാളി കേസിന് പോയിട്ടുണ്ട്. സതീശൻ്റെ കേരളത്തിലെ കൂട്ടാളി ആരാണ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വർഗീയവാദിയല്ല എന്നാണല്ലോ അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബഹുമാനായ സതീശൻ പറഞ്ഞത്. ആ കൂട്ടാളി പോയി കേസിന് പോയിട്ടുണ്ട്. പിന്നെ സതീശൻ വിളക്ക് കൊളുത്തിയ ഗോൾവാൾക്കറുടെ ഏറ്റവും നല്ല ശിഷ്യന്മാരായിട്ടുള്ള VHP വിശ്വ ഹിന്ദു പരിഷത്തും കേസിന് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സതീശൻ കേസിന് പോകുന്നത്? സതീശൻ കേസിന് പോകേണ്ട കാര്യമില്ല. ആ കേസിലാണ് ഹൈക്കോടതി ഇന്ന് കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ നിയമസഭയെ അലങ്കോലപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കുക, മാത്രവുമല്ല പരോക്ഷമായിട്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെയും BJPയെയും സഹായിക്കുക. പ്രത്യുപകാരം കോടതിയിൽ അവർ പോയപ്പോൾ നിയമസഭയിൽ ഇവർ സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? കേന്ദ്രത്തിനെതിരായി, കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, ആമമുട്ട തന്നതിനെതിരായി കേരളത്തിൽ സഭ ഏകകണ്ഠമായി പാസ്സാക്കേണ്ട പ്രമേയത്തിൽ അവർ വിട്ടുനിന്നു. അതിൻ്റെ സമരരംഗത്ത് എന്ന് പറഞ്ഞ് വിട്ടുനിന്നു. സമരം ചെയ്യുന്നതിന് ഒരു വല്ലാത്ത ആളുകളാണ് കേട്ടോ. ആരാണ്? ബാലകൃഷ്ണൻ MLA ആണ് സമരം ചെയ്യുന്നയാൾ. അദ്ദേഹം കാരണം വയനാട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തയുടെ ഒരു ഘട്ടം നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നാം കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ കോടതി നിരീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നു. ഒരു കുറ്റക്കാരും ഇതിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പാടില്ല, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോകില്ല എന്നുള്ള ക്ലാരിറ്റിയുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ക്ലാരിറ്റിയുള്ള നിലപാട് നിയമസഭയിൽ അവതരിപ്പിക്കും. അതിന് മറുപടിയില്ലാത്തതുകൊണ്ട് ഇവർ ഒളിച്ചോടുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒളിച്ചോടലാണ്. കാരണം എന്താണ്? നിയമസഭയിൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം അനുവദിക്കപ്പെടാതിരുന്നാലാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുക. ഇത് ഭരണപക്ഷം പറയുകയാണ്, സ്പീക്കർ ഉൾപ്പെടെ പറയുകയാണ്, ഞാൻ തയ്യാറാണ് ഭരണപക്ഷം ചർച്ച ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങളില്ല, ചർച്ച ചെയ്താൽ ഞങ്ങൾ തോറ്റുപോകും. ഇതെന്താണ്? ഇങ്ങനെയും ഒരു പ്രതിപക്ഷം രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനാണ് സേനാപതി വേണുവും UDFും കോൺഗ്രസും സജീഷിലേക്ക് വരാം.